നന്മകളുടെ ആധിക്യമുണ്ടല്ലോ, അതുതന്നെയാണ് മരണത്തിന്റെയും പരലോകത്തിന്റെയും മനുഷ്യന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊക്കെ പലപ്പോഴും അതിപ്പോ നിർബന്ധമില്ലല്ലോ, അപ്പൊ അത്രയൊന്നും ചെയ്യേണ്ടതില്ലല്ലോ എന്നാലോചിച്ച് മാറ്റിവെക്കുന്ന ആയിരക്കണക്കിന് നന്മകൾ നമുക്ക് ഖേദം ഒരു പക്ഷേ തരുന്നതായിരിക്കുന്നു. നല്ല നല്ല അവസരങ്ങളെ, നന്മയുടെ സന്ദർഭങ്ങളെ പാഴാക്കി കളഞ്ഞവനാണ് മരണത്തെയും ജീവിതത്തെയും സംതൃപ്തിയോടുകൂടെ നേരിടാൻ പറ്റാത്ത ആളുകൾ അവരായിരിക്കുന്നത്. അപ്പൊ നന്മ തന്നെയാണ് പ്രധാനം. ജീവിച്ച കാലം കൊണ്ട് എത്ര കണ്ട് ചെയ്യാൻ പറ്റി എന്നത് തന്നെയാണ് പ്രധാനം. ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച പോലെ അൽ വസ്ന് യൗമ ഇതിൽ ഹക്ക്, തൂക്കുമല്ലോ, അത് ഉറപ്പാണ്. തൂക്കുമെന്ന കാര്യം ഉറപ്പാണെന്ന് അതല്ല അല്ല പറഞ്ഞല്ലോ. അൽ വസ്ൻ, തുലാസ് അല്ലെങ്കിൽ തൂക്കി നോക്കൽ, അത് യൗമ ഇതിൻ, അന്നേ ദിവസം അൽ ഹക്ക്, ഉറപ്പാണ്. ഞാനും നിങ്ങൾ നിസ്കാരം, നോമ്പ്, നന്മയും സദക്കയും എല്ലാം തൂക്കും. ഒരു മൊത്തക്കണക്കിനല്ല സുഹൃത്തുക്കൾ, ഒക്കെ അളന്ന് തൃപ്തപ്പെടുത്തി അതിനുള്ള തുലാസ് അവിടെ സ്ഥാപിക്കും. തൂക്കമുണ്ടായാൽ, അവന്റെ തുലാസുകൾ കനം തൂങ്ങിയാൽ അവരാകുന്നു വിജയികൾ. അപ്പൊ നല്ലത് ചെയ്ത് തുലാസ് കനണ്ടാക്കിയിട്ട് തന്നെയാണ് വിജയിക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ നന്മകൾ കൂടുതൽ വേണം എന്നൊരു വിശ്വാസി ആഗ്രഹിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം.